സോ ഹലോ ഗൈസ്, ഞാൻ ഇതിൻ്റെ ഇൻട്രോ ഏകദേശം എടുത്തതാണ്. ബട്ട് സ്റ്റിൽ എനിക്കൊന്നുകൂടി എടുക്കാൻ ചോദിച്ചു. ഐ മീൻ ഞാൻ ഒരു ഏകദേശം 1, 2, 3 മുട്ട ഇപ്പോൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ലൈക്ക് ഒരു സോഫ്റ്റ് ബോയിൽ എന്ന രീതിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് തണുത്തുള്ള ഒഴിച്ച് കുറച്ചൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തൊണ്ട് ഒഴിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് സാൻഡ്വിച്ച് ആണ് ഗൈസ്. വളരെ ഈസി ടു മേക്ക് ആണ്. ഞാനിത് കുറേ പ്രാവശ്യം ഇൻസ്റ്റയിൽ റീലെല്ലാം കൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് വിശന്നിരിക്കുന്ന സമയത്ത് മുട്ടയുണ്ട്, ബ്രെഡുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഉണ്ടായിക്കൂടാന്ന് എൻ്റെ മനസ്സിലൊരു തോട്ട്. സോ അങ്ങനെയാണ് ഞാൻ ഗൈസ് ഇതുണ്ടാക്കാൻ പോകുന്നത്. ഇനി ആദ്യം 3 മുട്ട പുഴുങ്ങി. ഇനി ഇതിൻ്റെ തൊണ്ട് പൊടിക്കണം. വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ആക്കണം. പിന്നെ ഇവിടെ മയോണീസ് ഉണ്ട്. മയോണീസ് യൂസ് ചെയ്തിട്ടാണ് അധികം ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്, അതിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടുന്നത്. സോ എനിവേ നമുക്കിതിൻ്റെ തൊണ്ട് പൊടിച്ചിട്ട് വരാം ഗൈസ്. മുട്ടേൻ്റെ തൊണ്ട് പൊടിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ പറയാം കേട്ടോ. മുട്ട ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ മുട്ട യഥാർത്ഥം മുട്ട. അപ്പോൾ കുറച്ച് ക്രാക്ക് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊളിച്ചെടുക്കണം ഗൈസ്. ഓവർ ഫാസ്റ്റായിട്ട് എടുക്കൊന്നും വേണ്ട, ഇങ്ങനെ മെല്ലെ പൊളിച്ചെടുക്കുക. പിന്നെ ജാക്കി ചാൻ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ടി വിയിൽ ഞാൻ നോക്കിയപ്പോൾ കൊച്ചു ടി വിയിൽ ജാക്കി ചാൻ. അയ്യോ, ഇങ്ങനെ പൊളിഞ്ഞൊക്കെ വരും. നെവർ മൈൻഡ് ഇറ്റ് ഗൈസ്. അത് നമുക്ക് ചില സമയത്ത് ഇങ്ങനെ എന്താണെന്നുള്ളത് ഗൈസ്. എപ്പോൾ ഞാൻ മുട്ട പൊടിച്ചാലും ഇങ്ങനെ തന്നെയായിരിക്കും. ധൃതി പിടിച്ച് പൊളിക്കുന്നതുകൊണ്ടാണോ അതോ പൊളിക്കാൻ അറിയാത്ത കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. മൊത്തം അതിന് പകുതി വെള്ളം തൊലി തന്നെ ഉണ്ടാവും. ഇത്രയും പാടാണോ ഗൈസ് മുട്ട പൊടിക്കാൻ? കഷ്ടം തന്നെ. എന്തായാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെടല. ചൂടുള്ളതുകൊണ്ടേ പക്ഷെ നോക്കി ഇതാക്കണം, അല്ലെങ്കിൽ നമ്മുടെ പകുതി വെള്ളം തോണ്ടി തന്നെ ഇരിക്കും. അങ്ങനെ ഒരു കാര്യമില്ല. എനിവേ ഗൈസ്, നമ്മൾ ഫസ്റ്റ് മുട്ട പൊടിച്ചിരിക്കുന്നു. എന്താ ഭയത്തിന് ആദ്യത്തെ ഇത് മാത്രമേ പോയിട്ടുള്ളൂ. ഇതാ നമ്മളങ്ങനെ ആദ്യത്തെ മുട്ട പൊടിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി 2 മുട്ട ഞാൻ വൃത്തിക്ക് പൊടിച്ചിട്ട് വരാം. വീഡിയോ നോക്കിയിട്ട് പൊടിച്ചുകൊണ്ടിരുന്നാൽ ചില സമയത്ത് വെള്ളം മൊത്തം ഇതിനുള്ളിൽ തന്നെ പോകും. എന്ത് ചെയ്യേണ്ട ഗൈസ്, പൊടിച്ചിട്ട് വരാം. സോ അൺഫോർച്ചുനേറ്റ്ലി ഗൈസ് ഞാൻ കാണിച്ചു തരാം. അതായത് നോക്കൂ, മുട്ടേനെക്കാട്ടും കൂടുതൽ വൈറ്റിനെക്കാട്ടും കൂടുതൽ വൈറ്റ് പോവുകയാണ് ചെയ്തത്. കളിച്ച് ലാസ്റ്റ് വെള്ളമൊന്നും ഇല്ല ഗൈസ്. 2 മുട്ടയും പരിതാപകരമായ അവസ്ഥയാണ്. ഈ ആംഗിൾ വെച്ചുകൊണ്ട് കറക്റ്റ് കാണാത്തതാണ്. എന്താ ഈ മുട്ട നോക്കൂ, പൊളിഞ്ഞ് പോയ അവസ്ഥ. ഒന്നും പറയണ്ട ഗൈസ്. എന്താ അറിയണ്ട, ചിലപ്പോൾ വെന്ത് കുറഞ്ഞു പോയതാണോ എന്നറിയില്ല. ഇങ്ങനെയാണ് ഒരു മുട്ടയുടെ അവസ്ഥ. ശോകം തന്നെ. അപ്പം നിങ്ങൾ ആക്കുന്ന സമയത്ത് പരമാവധി നല്ല വൃത്തിക്ക് പൊളിക്കാൻ നോക്കുക. വേവെല്ലാം കറക്റ്റാണോ ചെക്ക് ചെയ്യുക. ഞാൻ ചെക്ക് ചെയ്യില്ല, എൻ്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ച് ഇതാക്കിയതാണ്. കുഴപ്പമില്ല, നമുക്കിത് വെച്ചിട്ട് നമുക്ക് എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം ഗൈസ്. ഇനി നമുക്ക് വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്യാം. ഇത് ഭയങ്കര ഈസിയാണ്. ഇത് ഓൾറെഡി ഇത്ര പൊളിഞ്ഞുണ്ട്. ഓ ഷിറ്റ്. നമ്മളിങ്ങനെ എടുക്കുക. ഇതിപ്പോൾ പകുതി ആയിപ്പോയി ഗൈസ്. ഇതിൻ്റെ ഉണ്ണി ഇതിനകത്ത് ഇടുക. വൈറ്റ് എടുത്ത് മാറ്റി വെക്കുക. പിന്നെ നൈസായിട്ട് ഉണ്ണി മാത്രം ഇടുക. വൈറ്റ് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഉണ്ണി നമുക്ക് വേറെ പേസ്റ്റ് പോലെ ആക്കേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ വൈറ്റ് മാത്രം മാറ്റി വെക്കുക, ഉണ്ണി ഇടുക. ഇതിൻ്റെ പിന്നെ ഉണ്ണി മാത്രം ഇങ്ങനെ. ഇത് വേവ് കുറഞ്ഞിട്ടാണ് തോന്നുന്നത് ഗൈസ്. വൈറ്റ് അത്ര വെന്തിട്ടില്ല. ഇതൊക്കെ മതി. നമുക്ക് ഈ വൈറ്റ് ചോപ്പ് ചെയ്തെടുക്കാം ഗൈസ്. ചോപ്പ് ചെയ്തിട്ട് വരാം. ഇങ്ങനെ ഒരു കത്തി എടുക്കുക. കത്തി എടുക്കുക, വൃത്തിക്ക് വൈറ്റ് ചോപ്പ് ചെയ്യുക. ഇങ്ങനെ വൈറ്റ് എടുക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ ചോപ്പ് ചെയ്താൽ മതി. ക്യാമറ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ് ഗൈസ്. അതുകൊണ്ടാണ് ലൈക്ക് ആദ്യത്തെ ഷോർട്സ് ഒന്നും ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വരെ കിട്ടാത്തത്.
നമുക്കിങ്ങനെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് പോവാം. കാരണം ഇതൊക്കെ ചോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു നൈസ് ടെക്സ്ചർ എല്ലാവരെയും മറ്റേ ഭയങ്കര സോഫ്റ്റ് ആയി പോകും. ഇങ്ങനെ ചോപ്പ് ചെയ്യുക. ഈ ഇഷ്ടംപോലെ വൈറ്റ് ഉണ്ട്, പ്രോട്ടീനാണ് നോക്കുന്നത്. ഇതേ ഈ വൈറ്റ് ഒന്നും കളയരുത്. ഇതിന് കഴിച്ചോക്കി ഇതിൻ്റെ ടേസ്റ്റ് എന്താ ഞാൻ പറഞ്ഞുതരാം. ഇതെന്താ അവസ്ഥ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാനും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഗൈസ്. സോ ട്രൈ ചെയ്ത് നോക്കി, ഇങ്ങനെയൊക്കെ സാധനം ട്രൈ ചെയ്ത് നോക്കിയാലേ ടേസ്റ്റ് മനസ്സിലാവൂ. ഇങ്ങനെ അത്യാവശ്യം നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ ഏകദേശം വൈറ്റ് കഴിയാറായി. തൽക്കാലം ഇതിപ്പോൾ ഒരു സാൻഡ്വിച്ചിന് 2 സാൻഡ്വിച്ചുകളുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഓൾമോസ്റ്റ് വൈറ്റ് പാർട്ട് ചോപ്പ് ചെയ്ത് വെച്ച് നമുക്ക് ഇതിൻ്റെ ഈ യെല്ലോ യോക്ക് വെച്ചിട്ട് എന്താക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ ഈ യെല്ലോ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ആദ്യം നല്ലോണം സ്മാഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ പൊടി പോലെ കിട്ടും. ഇങ്ങനെ അമർത്തുമ്പോൾ തന്നെ ഗൈസ്. ഇപ്പം തന്നെ ഏകദേശം പൊടിഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. സോഫ്റ്റ് ബോയിൽ ആയതുകൊണ്ടേ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം പൊടിഞ്ഞൊരു പരിവാകും. ഇനി നമുക്ക് അത് ആഡ് ചെയ്യേണ്ടത് കുറച്ച് മയോണൈസ്, കുറച്ച് ഉപ്പാണോ ഷുഗറാണോ എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ ഉപ്പ് വേണ്ട, കുറച്ച് മയോണൈസും കുറച്ച് പെപ്പർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മയോണൈസ് വെച്ചിട്ട് ഇടാം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഗൈസ്. അൺഫോർച്യുനേറ്റ്ലി ഇവിടെ അതൊന്നുമില്ല, ഞാൻ യൂസ് ചെയ്യുന്നതല്ല. ഞാൻ മോസ്റ്റ്ലി ഈ മയോണൈസാണ് കടയിൽ കാണാൻ, അവിടെ മേടിച്ചാണ്. കുറച്ച് മതി, ഓവറിടല്ലേ. മയോണൈസ് ഒന്നും അത്ര ഹെൽത്തി അല്ല. നമ്മൾ ആദ്യം ഒന്ന് കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണ്, നല്ല മണമായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ചൊരു ക്രീമി ടെക്സ്ചർ വേണം. ഈ ഒരു ടെക്സ്ചറാണ് എനിക്കിപ്പോൾ കിട്ടിയത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മയോണൈസ്, ഇതെനിക്ക് തന്നെ ഒരു എഗ്ഗും കൂടി വേണ്ടി വരുന്നതാണ്. കുറച്ചും കൂടി മയോണൈസ് ഇടാം. ഒന്ന് വീഴാത്ത ഇത്രയൊക്കെ മയോണൈസ് മതി. ഓവർ മയോണൈസ് ഇട്ടാൽ ശരിയാവില്ല. എഗ് സാൻഡ്വിച്ചല്ലേ. ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്താകുമ്പോൾ എനിക്ക് അത്യാവശ്യം ക്രീമി ഉണ്ടോ, ക്രീമി ടെക്സ്ചറോടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. കുറച്ച് പെപ്പർ കൂടി ഇടാം. നമ്മൾ പെപ്പർ എടുത്ത് കഴിച്ചു. പെപ്പർ ഒരു ലേശം ഇടാം. ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാം. ഓവറായിട്ട് കേട്ടോ. തലച്ചുമ്പോൾ അങ്ങനെ നമ്മൾ പെപ്പർ ഇട്ടു. ഇനി മിക്സ് ചെയ്തിടാം. പിന്നെ പരിവ് ഏകദേശം ഇങ്ങനെ ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ച് വൈറ്റ് കൂടി ഇടാം. എഗ്ഗിൻ്റെ വൈറ്റ്, അതായത് ഇതിവിടെ ഉണ്ട് ഗൈസ്, ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് നമ്മളിടുക. ട്രൈപോഡ് ഉണ്ടായിരുന്നു ഗൈസ്, അതുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല വീഡിയോ എടുക്കായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി അത് വീട്ടിലേക്ക് പറ്റാറ്, വേറൊരു സ്ഥലത്തായി പോയി. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു. എന്തായാലും നമ്മളിവിടെ വരെ എത്തി. നമുക്ക് ബാക്കി കൂടി കംപ്ലീറ്റ് ആക്കാം. ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്
ഇങ്ങനെ അള്ളി പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, വേറെ ഓപ്ഷൻ ഇല്ല. ഇത് നോട്ട് ബാഡ്, കൊള്ളാം. ഒരു ഒരു ടേസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ കുറച്ച് മയോണൈസും കൂടി ആവട്ടെ. ഈ എഗ്ഗിൻ്റെ ഒരു സോഫ്റ്റ് ഫീലാണ് അടിയുന്നത്. വേണമെങ്കിൽ തുള്ളി മയോണൈസും കൂടി ആവാം. എനിക്കിൻ്റെ കറക്റ്റ് ഇതൊന്നും അറിഞ്ഞൂടാ. ഏറ്റവും ഞാൻ കുറേ റെസിപ്പി നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സാധനം കണ്ടുകൊണ്ടാണ് ഇതെടുത്തത്. ഐ മീൻ ഒരു വീഡിയോ ഞാനിപ്പോൾ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഈ ഒരു വീഡിയോനകത്ത് ഇങ്ങനെയാണ്. അവരൊന്നുമില്ല ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, ഇതിനകത്ത് ഒരു ഷുഗറും കൂടി ആഡ് ചെയ്തില്ല, നമ്മളതൊന്നും ആഡ് ചെയ്തില്ല. പക്ഷെ കാണുമ്പോൾ ആ സാധനം കിട്ടാം, കാണുമ്പോൾ സെയിം ഫീലിംഗ് ആണ്. കുറച്ച് മയോണൈസ് കൂടി ഇപ്പോൾ ടെക്സ്ചർ അല്ലാണ്ട് കറക്റ്റാണ് ഫീലിംഗ്. നമുക്ക് കറക്റ്റ് ഞാൻ ഈ ആനിമേസ് എല്ലാം ചില സമയത്ത് കാണുന്നുണ്ട് കഴിക്കുന്നത്. അതും എനിക്ക് വന്ന അധികം വീഡിയോസ് കാണുന്ന ടെക്സ്ചർ തന്നെയാണ് ഗൈസ്. നമ്മളിനി 2 ബ്രെഡ് എടുത്തിട്ട് ഇട്ട് നോക്കാം, ഫില്ല് ചെയ്ത് കഴിച്ച് നോക്കാം. വെയിറ്റ്, അതായത് ബ്രെഡ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. രാവിലെ ഇതും ബട്ടറും കൂട്ടി തന്നെ കഴിച്ചത്. ഇട്ടൊക്കെ വെക്കുമ്പോൾ ബ്രെഡും ഉണ്ട്, മുട്ടയുണ്ട്, 2.5 വിശക്കുന്നുണ്ട്, തിന്നാനാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല. അപ്പം ഞാൻ തന്നെ കുട്ടിയിലോട്ട് ഇവിടെ വേറെ ആരും ഇല്ല, വേറെ. അപ്പോൾ 2 പീസ് സ്ലൈസസ് ഓഫ് ബ്രെഡ് ഗൈസ്. 2 സൈസ് ഓഫ് ബ്രെഡ് എടുത്തു, നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ബ്രെഡ് എടുത്തിട്ട് ഈ ഫിറ്റിംഗ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി വലിയ ബ്രെഡ് വേണമെന്ന് തോന്നുന്നു. എന്താ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നത് ഈ ഒരൊറ്റ ഫില്ലിംഗ് കൊണ്ട് നമ്മൾ നോർമലി മേടിക്കുന്ന ബ്രെഡിനാണെങ്കിൽ ഒരു ഞാൻ പറഞ്ഞുതരാം, ഒരു ഒന്നല്ല ഈ 2 or 3 സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും ഈ 3 ബ്രെഡും കൊണ്ട്. ഓരോ ബ്രെഡ് വന്നു കംപ്രസ് ചെയ്യുന്നു. ഇത് നമ്മൾ കഴിച്ചു നോക്കും ഗൈസ്. കൊള്ളാം, നോട്ട് ബാഡ്. ലൈക്ക് ബ്രെഡും എഗ്ഗും കൂടി മിക്സ് ആകുമ്പോൾ ചെറിയ എനിക്ക് ബ്രെഡ് സ്വീറ്റ് ആയതുകൊണ്ടാണ് അതിനോട് നല്ല രസമുണ്ട് കഴിക്കാൻ. ഒരു മൈൽഡ് ഫ്ലേവറിലൊരു സാധനം. ബ്രെഡ് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്, നൈസായാണ്. യു ഗൈസ് ഐ ലൈക്ക് ഇറ്റ്. ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. ഞാൻ എന്തായാലും ബാക്കി ഫീൽ ചെയ്തിട്ട് ബൈ കേട്ടെ. ബൈ ഗൈസ്. ഇന്നത്തെ വീഡിയോ അവിടെ കൊണ്ട് നിർത്തുകയാണ്. പീസ്.